ഈ ശതാബ്ദി സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന സമാദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകൾ, ബഹുമാന്യരായ മന്ത്രിമാർ ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ കെ ശശീന്ദ്രൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി, സാംസ്കാരിക കേരളത്തിൻ്റെ പ്രകാശഗോപുരങ്ങളായ പപ്പേട്ടൻ, മുകുന്ദേട്ടൻ, അതേപോലെ തന്നെ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, ബഹുമാന്യരായ MLA-മാർ, MP-മാർ, മറ്റ് ബഹുമാന്യരായ ജനപ്രതിനിധികൾ, സഹകാരികൾ, ഉദ്യോഗസ്ഥ പ്രമുഖർ, സദസ്സിലുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രാജ്യത്തിന് പൊതുവിലും സഹകരണ മേഖലയ്ക്ക് വിശേഷിച്ചും അഭിമാനത്തിൻ്റെ മുഹൂർത്തങ്ങൾ പകർന്നു തന്ന ഒരു സഹകരണ സംഘം ഏതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമാണുള്ളത്. അത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്നാണ് ആ സൊസൈറ്റിയുടെ പേര്. അത് നമ്മൾ ഈ സൊസൈറ്റിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വാഗ്ഭടാനന്ദ ഗുരുവിനെ അനുസ്മരിച്ചുകൊണ്ട് മാത്രമേ അതിലേക്ക് പോകാൻ കഴിയൂ. നവോത്ഥാന നായകർ നമ്മുടെ സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുമ്പ് അയ്യാ വൈകുണ്ഠസ്വാമികൾ മുതൽ ഇങ്ങോട്ട് നിരവധി നവോത്ഥാന നായകന്മാർ നമുക്കുണ്ട്. അവരെല്ലാം ചേർന്ന് ഉഴുതുമറിച്ചൊരു മണ്ണിൽ നിന്നാണ് വർത്തമാന കേരളം ഇന്നെത്തുന്ന രൂപത്തിലേക്ക് വർഗപ്രസ്ഥാനങ്ങളുടെ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. ഇത്തരം ഒരു ഘട്ടത്തിൽ നമുക്കെന്നും അനുസ്മരിക്കാൻ കഴിയുന്ന വാഗ്ഭടാനന്ദ ഗുരു, അദ്ദേഹം അനീതിക്കെതിരെ, അസമത്വത്തിനെതിരെ, അനാചാരത്തിനെതിരെ, അന്ധവിശ്വാസത്തിനെതിരെ അടരാടിക്കൊണ്ട് തൻ്റെ ഉന്നതമായ ചിന്തകളും ഉദാത്തമായ മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടും ഉയർത്തി അദ്ദേഹം യഥാർത്ഥത്തിൽ രൂപം കൊടുത്ത സഹകരണ സംഘമാണ് 1925 ഫെബ്രുവരി 13 രജിസ്റ്റർ ചെയ്ത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. അതിനു മുമ്പ് തന്നെ രൂപം കൊടുത്ത ആത്മീയ സംഘത്തെക്കുറിച്ചെല്ലാം നമുക്കറിയാം. യഥാർത്ഥത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ അന്നത്തെ ദയനീയാവസ്ഥ, വിഷകരമായ സാഹചര്യത്തിൽ അന്നത്തെ അത്തരത്തിലുള്ള നവോത്ഥാന നായകർ പലരും ആത്മീയ ചിന്തകളിലേക്ക് തിരിഞ്ഞപ്പോൾ ഭൗതിക ജീവിതത്തിൻ്റെ നാനാമേഖലകളിലേക്ക് ചിന്തിച്ചുകൊണ്ട് പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോക്കം കൊണ്ടുവരാൻ അദ്ദേഹം കാണിച്ച ഏറ്റവും വലിയ വീക്ഷണത്തിൻ്റെ ഭാഗമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന തൊഴിലാളി സഹകരണ സംഘം. ഒരുപക്ഷെ റോബർട്ട് ഓവൻ മുമ്പ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായി നിന്ന് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ തുടക്കം കുറിച്ച ആ തൊഴിലാളി സഹകരണ സംഘമാണ് ലോകത്ത് പടർന്നു പന്തലിച്ച് സഹകരണമെന്ന ആശയത്തിലൂടെ ഓരോരുത്തർക്കും, എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്ന ആശയം അർത്ഥപൂർണമായി ഇന്ന് ലോകത്ത് പടർന്നു പന്തലിച്ച് നിൽക്കുന്ന സഹകരണ പ്രസ്ഥാനം. ഏതാണ്ട് അതിന് സമാനമായി തന്നെയാണ് വാഗ്ഭടാനന്ദ ഗുരു ഈ സഹകരണ സംഘത്തിന് രൂപവും ഭാവവും നൽകിയത്. ഏതായിരുന്നാലും ആ സംഘം ഒരു നൂറ്റാണ്ടിലെത്തുമ്പോൾ അതിൻ്റെ പിന്നിട്ട വഴിത്താരകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ എത്രയോ വലിയ ജൈത്രയാത്രയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നമ്മുടെ ഈ നാട്ടിൽ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടി അവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ അർത്ഥത്തിലും ഒരു നാടിൻ്റെ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാടിനെ മുന്നോട്ട് നയിച്ച ഗുരുവിൻ്റെ ഇരമ്പുന്ന സ്മരണകൾ ആദ്യമായി അനുസ്മരിക്കട്ടെ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ജന്മമെടുത്തതിന് ശേഷം നടത്തിയ പ്രവർത്തനങ്ങൾ വിവരിക്കാനാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് വിശദീകരിച്ച് തീർക്കാൻ കഴിയില്ല. ദിവസങ്ങളെടുത്ത് വിശദീകരിക്കേണ്ടി വരും ഈ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കത്തെക്കുറിച്ച് വിശദീകരിക്കണമെങ്കിൽ. നമുക്കിന്നേവർക്കും ഒരു കാര്യം ബോധ്യമാണ്. ഏതെങ്കിലും ഒരു വർക്കിന് ഒരു MLA-ക്ക്, MP-ക്ക് ഭരണാനുമതി കിട്ടിയാൽ, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയാൽ ആദ്യം ഫോൺ കോൾ വരുന്നത് ഒന്നുകിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ചെയർമാൻ ശ്രീ പാലോളി രമേശിന്, അല്ലെങ്കിൽ സെക്രട്ടറിക്ക് ഈ വർക്കിനൊരു ടെൻഡർ കൊടുക്കുമോ. എൻ്റെ ഒരിക്കൽ നിരവധി MLA-മാർ, MP-മാർ സൂചിപ്പിക്കാറുണ്ട്, എനിക്കൊരു വർക്കിന് AS കിട്ടിയിട്ടുണ്ട്, അത് ഊരാളുങ്കരെ കൊണ്ട് നെടിപ്പിക്കാൻ കഴിയുമോ. ഇങ്ങനെ ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് ഒരു വർക്ക് കിട്ടുന്ന ജനപ്രതിനിധി ആദ്യം ചിന്തിക്കണമെങ്കിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഏറ്റെടുക്കുന്ന പ്രവൃത്തി അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്തിക്കുന്ന രംഗത്ത് അവരുടെ പ്രവർത്തനങ്ങൾ ആർക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. സത്യസന്ധത, സുതാര്യത, ആത്മാർത്ഥത, സേവനബോധം, ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു ഈ സൊസൈറ്റിയിൽ. ഒരു സഹകരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം
അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് സോഷ്യൽ കമ്മിറ്റ്മെൻ്റാണ്. അവർ പൂർണ്ണാർത്ഥത്തിൽ അത് പാലിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് നീങ്ങുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം ചില വർക്കുകൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ സർക്കാരിൽ നിന്ന് കൂടുതൽ പണം ലാഭം കിട്ടിയാൽ അതിലൊരു വിഹിതം തിരിച്ചടയ്ക്കുന്ന ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. അതാണ് അവരുടെ ഒരു മാതൃകാപരമായ പ്രവർത്തനം. എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. അതുപോലെ ഓരോ വർക്കും അവർ ഏറ്റെടുക്കുമ്പോൾ ആ ഏറ്റെടുക്കുന്ന വർക്കിലെല്ലാം അവർ കാണിക്കുന്ന ഏറ്റവും വലിയ ആത്മാർത്ഥതയും അതിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്ന നമുക്കെല്ലാ അനുഭവം ഈ സമീപകാലത്തെ സംഭവങ്ങൾ എടുത്താൽ മതി. പാലാരിവട്ടം പാലം അപകടത്തിൽപ്പെട്ടപ്പോൾ പഞ്ചവടിപ്പാലമെന്ന് സമൂഹമാകെ അതിനെ പരിഹസിച്ചു. പക്ഷേ ആ പഞ്ചവടിപ്പാലം തകരാത്ത കാരിരുമ്പിന്റെ കരുത്ത് പോലുള്ളൊരു പാലമാക്കി നിശ്ചയിച്ച സമയത്തിനുള്ളിൽ പൂർത്തീകരിച്ചതെന്ന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് എന്ന സമീപകാലത്തെ അനുഭവം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതുപോലെ എടുത്തു കഴിഞ്ഞാൽ എത്രയെത്ര കോഴിക്കോട് സിറ്റി എടുത്താൽ നയനാർ ഫ്ലൈ ഓവറിനെ കുറിച്ച് നമുക്കറിയാം. നിരവധി അതുപോലുള്ള സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ അറിയാം. ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെത്തിയാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രോജക്റ്റാണ് ചങ്ങനാശ്ശേരിയിൽ എലിവേറ്റഡ് ഹൈവേ. ഏതാണ്ട് തീരാറായി അവസാന ഘട്ടത്തിലേക്ക് വരുന്നു. എറണാകുളത്ത് എത്തിച്ചേരുമ്പോൾ അവിടെ ചെല്ലാനത്തെ മത്സ്യത്തൊഴിലാളികൾ അവർ കേരള ഗവൺമെന്റിനെ മനസ്സിലെപ്പോഴും ധ്യാനിക്കുന്നത് പോലെ മറ്റൊരു ധ്യാനം കൂടിയുണ്ട്. അത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അവർ മനസ്സിൽ ധ്യാനിക്കുന്നു, ഗവൺമെന്റിനെ ധ്യാനിക്കുന്ന പോലെ തന്നെ. അത്രത്തോളം വിഷമം സഹിച്ചിരുന്ന എല്ലാവർക്കും അറിയാവുന്ന ചെല്ലാനം ഭാവം കടൽ ഭിത്തിയില്ലാതെ എത്രയോ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്ന ആ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഇനി ഭീതി കൂടാതെ മഴക്കാലത്തും വേലിയേറ്റമുള്ള സമയത്തും കിടക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കിയത് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ പ്രവർത്തനം, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രവർത്തനം തന്നെയാണ്. ഇങ്ങനെ എടുത്താൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പാലം തീർക്കാൻ കഴിയുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്നു. തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിന് വെളിയിലും അങ്ങ് വെളിയിലും ഉൾപ്പെടെ എത്രയോ വലിയ ദൗത്യങ്ങളാണ് അവർ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കൂടുതൽ കൂടുതൽ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കാൻ എല്ലാവരും രംഗത്ത് വരുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നും കൊണ്ടല്ല, ആ ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ കൃത്യമായി അവർ ചെയ്തു തീർത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ 100 വർഷക്കാലത്തിനുള്ളിൽ ഇവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഞാൻ ഇന്ന് സൂചിപ്പിക്കട്ടെ, ഇന്നത്തെ ദിവസം നമ്മൾ എടുക്കുമ്പോൾ മറ്റൊരു പ്രാധാന്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. അനശ്വരനായ ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ONVയുടെ 8ാം ചരമവാർഷിക ദിനാചരണങ്ങൾ ഏറ്റെടുക്കുന്നൊരു സന്ദർഭമാണ് ഈ സന്ദർഭം. ONVയുടെ മനോഹരമായ ഒരു കവിതയിലെ ഒരു വാചകം, മൃഗയ എന്ന കവിതയിൽ വിട സൂത്രധാരകരെ വിട, സ്വന്തം ഈണം രചിക്കുന്ന ശരവേഗമാണു ഞാൻ എന്ന് ആ കവിതയിൽ മനോഹരമായി ONV പാടിയിട്ടുണ്ട്. അപ്പോൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ മുഖമുദ്ര എന്തെന്ന് ചോദിച്ചാൽ സ്വന്തം ഈണം രചിക്കുന്ന ശരവേഗമാണു ഞാൻ എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ആ ONVയുടെ വരികൾ അത്തരത്തിൽ നമുക്ക് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഇത്തരത്തിൽ വരുമ്പോൾ ഈ സമീപകാലത്ത് അവർ നേടിയ അനുമോദനങ്ങൾ ഞങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് റോബർട്ട് ഓവൻ പുരസ്കാരം കൊടുത്തുകൊണ്ട് ഇതിന്റെ ചെയർമാൻ രമേശിനെ ഞങ്ങൾ അനുമോദിക്കുകയുണ്ടായി, കേരള സംസ്ഥാന ഗവൺമെന്റ് സഹകരണ വകുപ്പ്. അതുപോലെ തന്നെ നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചു, വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ അതിന്റെ പരിശോധനകൾ നടത്തിയപ്പോൾ ആ പരിശോധനയിൽ ലോകത്തെ ഉപഭോക്തൃ സേവന മേഖലയിലെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്തിയിട്ടുള്ള സംഘത്തിനുള്ള ലോകത്തെ 2ാമത്തെ അവാർഡ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് നൽകി. 1ാമത്തെ അവാർഡ് സ്പെയിനിലെ മോൺട്രോഗൺ സൊസൈറ്റിക്കാണ്. 2ാമത്തെ അവാർഡ് നമ്മുടെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ്. 11,000 തൊഴിലാളികളുമായി 1,500 എഞ്ചിനീയർമാരുമായി അവരുടെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ എല്ലാം പ്രയോജനപ്പെടുത്തി അവർ നടത്തിവരുന്ന ഈ പ്രവർത്തനങ്ങൾ എത്ര അഭിനന്ദനാർഹമാണ്. ഇത്തരത്തിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ പുരസ്കാരങ്ങൾ, അതെല്ലാം വിശദീകരിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഏറ്റവും അവസാനത്തെ കാര്യം മാത്രം ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ. അത്തരത്തിൽ അവർക്ക് റോബർട്ട് ഓവൻ അവാർഡായിരുന്നാലും അല്ലെങ്കിൽ വേൾഡിലെ കോപ്പറേറ്റീവ് മോണിറ്ററിന്റെ അവാർഡായിരുന്നാലും ഇതെല്ലാം ലഭിക്കുന്ന സാഹചര്യമുണ്ടായത് ഈ പ്രവർത്തനത്തിൽ അവരുടെ വിപുലവും വിശാലവുമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി അവർ അനന്ത സാധ്യതകളിലേക്ക് കടന്നു വരുന്നതിന്റെ ഭാഗമാണ്. ഇപ്പം നിർമ്മാണ മേഖലയിൽ മാത്രമല്ല, ഇപ്പം ഈ വേദിയിൽ മീനാക്ഷി ഗുരുക്കൾ ഇരിക്കുന്നുണ്ട്. ഒരു ദിവസം തിരുവനന്തപുരത്തെ ക്രാഫ്റ്റ് വില്ലേജിൽ ചെല്ലുമ്പോൾ മീനാക്ഷി ഗുരുക്കൾ അവിടെ കളരിപ്പയറ്റ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുമായി ചേർന്ന് നിൽക്കുന്ന രംഗം കാണാനിട വന്നു. അതും ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ മറ്റൊരു മുഖമാണ്. കലാരംഗത്ത്, സാഹിത്യരംഗത്ത്, ശാസ്ത്രരംഗത്ത്, അതേപോലെ തന്നെ
നമ്മുടെ വിവരസാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകളെ പ്രയോജനിക്കുന്ന രംഗത്ത് എല്ലാം അവർ നൂതനമായ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലോകം അതിവേഗം കുരിശു പായുമ്പോൾ അതിനൊത്തവരുടെ നിലപാടുയർത്തി മുന്നോട്ട് വരുന്നു. കാലത്തിനൊത്തവർ കോലം കെട്ടുന്നു. അവർ എന്നും ഈ നാടിനൊപ്പം നാട്ടാർക്കൊപ്പം നിലനിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത്. അവർ എന്നും ആ സൊസൈറ്റിയുടെ തുടക്കത്തിലുള്ള കാഴ്ചപ്പാടിൽ നിന്ന് വ്യതിചലിക്കാതെ എല്ലാവർക്കും സ്വീകാര്യമായ രൂപത്തിലേക്ക്, അവർക്കെതിരെ പല രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തി ചില ആളുകൾ അതിനെയൊക്കെ പരിശോധിക്കാനെത്തിയപ്പോഴും അവസാനം പരിശോധിക്കാനെത്തവർ ഒരുപക്ഷെ നാണം കെട്ട് പിൻവാങ്ങുന്ന രൂപത്തിലേക്ക് എത്തേണ്ട ഗതികേടുമുണ്ടായി നമ്മൾ കാണുകയുണ്ടായി. ഒരു പെശകും കണ്ടെത്താൻ കഴിയാതെ പോയ രംഗം നമ്മൾ ഓർക്കുന്നു. ഞാൻ ആരാണെന്നൊന്നും പറയുന്നില്ല. അപ്പം അത്തരത്തിൽ ഏതെല്ലാം തരത്തിൽ അവർ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതെല്ലാം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. ഇതിനെക്കുറിച്ച് ഇനിയും പ്രസംഗിച്ചാൽ പുലരും വരെന്ന് പ്രസംഗിക്കാനുള്ള ഉള്ളടക്കൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സഹകരണ മേഖലയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. സഹകരണ പ്രസ്ഥാനം ഈ കാലഘട്ടത്തിൽ ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഇടപെട്ട് ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ കഴിയുന്ന മേഖലയായി സഹകരണ രംഗം മാറിയിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തിക രംഗത്തും കാർഷിക വ്യാവസായിക തൊഴിൽ വിദ്യാഭ്യാസ ആരോഗ്യ ഭവന നിർമ്മാണ രംഗത്തുമെല്ലാം അതിൻ്റെതായ ചുമതലകൾ നിർവഹിച്ചുകൊണ്ട് ആ മേഖലയൊക്കെ പ്രവർത്തിച്ചു വരുന്നു. സഹകരണ രംഗം നിങ്ങൾക്കറിയാം. ആ മേഖല സമീപകാലത്ത് ചില ഒറ്റപ്പെട്ട അനഭിലഷണീയമായ പ്രവണതകൾ ചില സഹകരണ സംഘങ്ങളിൽ ഉണ്ടായപ്പോൾ സഹകരണ മേഖല ആകെ കുഴപ്പമെന്ന് വരുത്തി തീർക്കാൻ ചില മാധ്യമ സുഹൃത്തുക്കളും ചില നിക്ഷിപ്ത താല്പര്യക്കാരും അതേപോലെ തന്നെ കേന്ദ്രത്തിന്റെ ചില നീക്കങ്ങളുമെല്ലാം വരികയുണ്ടായി. ഒരേ സമയത്ത് തന്നെ 3 തരത്തിലുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മേഖലയ്ക്ക് രക്ഷാകവചം തീർത്തത്. ഒന്ന്, കേന്ദ്രം ഈ മേഖലയ്ക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ആക്രമണം ഭരണഘടനയ്ക്ക് അതീതമായിട്ടുള്ള നീക്കം. ഭരണഘടനയുടെ കാഴ്ചപ്പാടനുസരിച്ച് സംസ്ഥാന വിഷയമാണ് യഥാർത്ഥത്തിൽ സഹകരണ പ്രസ്ഥാനം. അതിന് മാറ്റം വരുത്തിക്കൊണ്ട് 97-ാം ഭരണഘടനാ ഭേദഗതി വന്നപ്പോൾ അതിനെതിരെ ഗുജറാത്ത് ഹൈക്കോടതി ആ വിഷയത്തിൽ ഒരു സ്റ്റേ കൊടുത്ത് അതിനെതിരെ ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 7th ഷെഡ്യൂൾ 32 എൻട്രി കോപ്പറേറ്റീവ് സബ്ജക്ട് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. അതിൽ കേന്ദ്രം ഇടപെടേണ്ടതില്ല എന്ന അസന്നിഗ്ധമായ വിധിയും 97-ാം ഭരണഘടനാ ഭേദഗതി റദ്ദാക്കിക്കൊണ്ടുമാണ് റോഹിൻഡൻ നരിമാൻ ചെയർമാനായ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി വന്നത്. ആ വിധി വന്നിട്ടും അതിനെ മാനിക്കാതെ, ഭരണഘടനയെ മാനിക്കാതെ കേന്ദ്രം മറ്റൊരു നിയമം കൊണ്ടുവന്ന് സംസ്ഥാനത്ത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് തുടക്കം കുറിച്ചു. നിധി പോലുള്ള സംരംഭങ്ങൾ ആരംഭിച്ചു. ഈ കോഴിക്കോട് നിന്ന് നിധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിലെ തട്ടിപ്പും ഉള്ളടക്കവുമെല്ലാം സമീപകാലത്ത് മനസ്സിലാവുകയുണ്ടായി. അതേപോലെ തന്നെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഒരു തരത്തിലും നിക്ഷേപത്തിന് ഗ്യാരണ്ടിയോ വിശ്വാസ്യതയോ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന സ്ഥിതിയും നിങ്ങൾക്കറിയാം. ഇത്തരമൊരു ഘട്ടത്തിൽ അതിനെതിരായി നല്ല രൂപത്തിൽ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ വ്യത്യാസമില്ലല്ലേ, LDF എന്നോ UDF എന്നോ വ്യത്യാസമില്ലാതെ സഹകാരികൾ ഒറ്റക്കെട്ടായി യോജിച്ച പ്രക്ഷോഭം ഈ കാലഘട്ടത്തിൽ ഒരു ഭാഗത്തുകൂടി വളർത്തിയെടുത്തപ്പോൾ നിയമപരമായ പോരാട്ടങ്ങൾ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ മുമ്പാകെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഇപ്പോൾ സ്യൂട്ട് ഫയൽ ചെയ്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രംഗത്ത് കേന്ദ്രമെടുക്കുന്ന തെറ്റായ സമീപനങ്ങൾക്കെതിരെയുള്ള കൃത്യമായ ഇടപെടൽ പ്രതിരോധം തീർത്തും ഒപ്പം ഈ രംഗത്ത് സഹകാരികളുടെ സംരക്ഷണം ഉറപ്പാക്കിയുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്. കേരളത്തിൽ ഈ ഒറ്റപ്പെട്ട രൂപത്തിലുള്ള ചില പ്രവണതകൾ വളർന്നു വന്നപ്പോൾ അതിനെ സാമാന്യവൽക്കരിക്കുന്ന രൂപത്തിലേക്ക് വന്നപ്പോൾ അത് കൃത്യമായി അതിലിടപെടാനും ഇനി ഭാവിയിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനും സഹായിക്കുന്ന രൂപത്തിൽ സഹകരണ മേഖലയുടെ സമഗ്രമായ നിയമ ഭേദഗതി ഞങ്ങൾ ലക്ഷ്യമിട്ടു. അത് വന്നപ്പോൾ ആ സഹകരണ മേഖലയുടെ സമഗ്ര നിയമ ഭേദഗതി ഏതാണ്ട് 56 ഭേദഗതികളോടുകൂടി കേരള നിയമസഭ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ LDF-ഉം UDF-ഉം യോജിച്ച് ചർച്ച ചെയ്ത് ആ കാര്യത്തിൽ യോജിച്ച് ഒരു തീരുമാനമെടുത്ത് ആ നിയമസഭയിൽ ഐകകണ്ഠേന ആ ബില്ല് പാസാക്കി ഗവർണറുടെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ ബില്ലിൽ സഹകരണ മേഖല നേരിടുന്ന നാനാതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പര്യാപ്തമായ ഒട്ടനവധി ക്രിയാത്മക നിർദ്ദേശങ്ങൾ ഞങ്ങൾ ആ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. ആ നിലയിലുള്ള ബില്ല് പാസ്സായി വരുന്നു. ചട്ടങ്ങൾ കൂടിയായി കഴിയുമ്പോൾ അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട പ്രവണതകൾ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, നിക്ഷേപകർക്ക് 2 രൂപത്തിലുള്ള രക്ഷാകവചം തീർക്കുന്നു. ഒന്ന്, ഇപ്പം ഞങ്ങൾ വന്ന ബില്ലിൽ തന്നെ ഞങ്ങൾ കൊടുത്തിരിക്കുന്നു, ഏതെങ്കിലും സഹകരണ സംഘത്തിൽ നിക്ഷേപം കൊടുത്താൽ അല്ലെ ക്രെഡിറ്റ് സംഘങ്ങൾ ബാങ്കിംഗ് മേഖലയിൽ നിക്ഷേപം കൊടുത്താൽ അത് കിട്ടാതെ വരുന്ന ഘട്ടത്തിൽ ആ ബാങ്കിൽ മുന്നോട്ട് പ്രവർത്തനങ്ങൾ പോകാൻ ബാങ്ക് തയ്യാറാക്കിയിരുന്ന ബൈബിളായ പ്രോജക്റ്റിനെ ആസ്പദമാക്കി സഹകരണ പുനരുദ്ധാരണ നിധിയിൽ നിന്ന്
അവരെ സഹായിക്കാനുള്ള ഫണ്ട് കൊടുക്കുന്നൊരു സംവിധാനം ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുകയാണ്. 2, നിലവിലിപ്പോൾ കൊടുത്തുകൊണ്ടിരുന്ന ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം അത് ലിക്വിഡേഷനിൽ പോകുന്ന സംഘങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെ കൊടുക്കുന്ന കാര്യമായിരുന്നു മുമ്പ് പറഞ്ഞിരുന്നതെങ്കിൽ ഞങ്ങൾ ആ 2 ലക്ഷം എന്നുള്ളത് ഭേദഗതി ചെയ്ത് അതിൽ ലിക്വിഡേഷനിൽ കാത്തു നിൽക്കാതെ ഏതെങ്കിലും ഒരു സഹകരണ ബാങ്കിൽ നിക്ഷേപം മടക്കി കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ ആ സംഘം ആവശ്യമായ രേഖകളോടുകൂടി അപേക്ഷ തരുമ്പോൾ നിക്ഷേപം മടക്കി കൊടുക്കാൻ ആവശ്യമായ ഫണ്ട് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ 5 ലക്ഷം രൂപയായി ഒരു നിക്ഷേപകന് കൊടുക്കാൻ തക്ക രൂപത്തിൽ നിക്ഷേപ ഗ്യാരണ്ടി സ്കീം ഇപ്പം ഞങ്ങൾ നിയമം ഭേദഗതി ചെയ്ത് ഉത്തരവാക്കിയിരിക്കുന്നു. ഇങ്ങനെ 2 രക്ഷാകവചം നിക്ഷേപകർക്ക് തീർക്കുന്ന രൂപത്തിലേക്ക് പുതിയതായി വന്നിരിക്കുന്നു എന്ന കാര്യം സന്ദർഭവശാൽ സൂചിപ്പിക്കുകയാണ്. ഇത് സൂചിപ്പിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ സഹകരണ മേഖലയ്ക്കെതിരായി മലവെള്ളപ്പാച്ചിലുകൾ പോലുള്ള പ്രചാരവേല സംഘടിപ്പിച്ചു വരുന്നവർക്കെല്ലാം ഒരു മറുപടി കൂടി സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കാനുള്ളത്, ഈ സന്ദർഭത്തിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ പീരീഡായിരുന്നു. ഞങ്ങൾ 9,000 കോടി രൂപയാണ് നിക്ഷേപം ടാർഗറ്റ് ചെയ്തിരുന്നത്. ഇപ്പൊ കിട്ടിയ അവസാനത്തെ കണക്ക് രജിസ്ട്രാർ കുറിച്ച് തന്നനുസരിച്ച് 23,635 കോടി രൂപ വന്നിരിക്കുന്നു നമുക്ക് നിക്ഷേപം. 23,000 കോടി, 9,000 പ്രഖ്യാപിച്ചോടത്ത് 23,000 കോടിയിലധികം നിക്ഷേപം വന്നു എന്ന് പറഞ്ഞാൽ ഈ മേഖലയുടെ വിശ്വാസ്യതയും സ്വീകാര്യതയുമാണ് സൂചിപ്പിക്കുക. മാത്രമല്ല, സഹകരണ പ്രസ്ഥാനത്തെ ആര് വിചാരിച്ചാലും തകർക്കാനോ തളർത്താനോ കഴിയില്ല എന്നുള്ളതിന്റെ ആവർത്തിച്ചുറപ്പിച്ച പ്രഖ്യാപനം കൂടിയാണ് ഈ നിക്ഷേപം ഞങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ മേഖലയുടെ സ്വീകാര്യതയും വിശ്വാസ്യതയും ആവർത്തിച്ചുറപ്പിച്ച് പ്രഖ്യാപിക്കുന്ന രൂപത്തിലേക്ക് ഈ സമാഹരണ യജ്ഞത്തിന്റെ കാലഘട്ടം വന്നിരിക്കുന്നു. അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ തന്നെ ഈ മേഖലയിൽ വൺ ടൈം സെറ്റിൽമെന്റ് നടപ്പാക്കിയപ്പോൾ കുടിശ്ശികക്കാർക്ക് വലിയ രൂപത്തിലുള്ള ആശ്വാസം പകർന്നുകൊണ്ടുള്ള ആ പ്രവർത്തനവും ഉറപ്പായി ഈ മേഖല മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന തരത്തിൽ അത് മാറിത്തീർന്ന് സഹകരണ മേഖലയിൽ ഇപ്പോൾ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് മുന്നോട്ട് വരുന്നു. 412 ഇനങ്ങളാണ് സഹകരണ മേഖലയുടെ ഉൽപ്പന്നങ്ങൾ. കൊച്ചിയിൽ ഞങ്ങൾ 2 എക്സ്പോ നടത്തി. ആ 2 എക്സ്പോയും കൂടി എടുത്താൽ അതിൽ വന്ന ഉൽപ്പന്നങ്ങൾ 412 ഐറ്റങ്ങളായിരുന്നു. അതിൽ ചിലത് എക്സ്പോർട്ട് ചെയ്യുന്നു, ചിലത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വിൽക്കുന്നു. അതുപോലെ 14 ജില്ലകളിലും ഒരു കുടക്കീഴിൽ ആ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി കോപ്പ് മാർട്ടുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സംരക്ഷണ മേഖലയിൽ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ച് ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഇന്റർനാഷണൽ മാർക്കറ്റിലും വിറ്റഴിക്കുന്ന രൂപത്തിലേക്ക് കൂടി സഹകരണ മേഖലയുടെ പ്രയാണം തുടരുകയാണ്. അങ്ങനെ ഈ മേഖല വിവിധ മേഖലകളിൽ കടന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെ വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന രംഗത്തും അതേപോലെ തന്നെ സാമൂഹ്യ സേവന രംഗത്തും അതുപോലെ കൺസ്യൂമർ ഫെഡ് വിലക്കയറ്റത്തിന് വിരാമമിടാൻ പല രൂപത്തിൽ മാർക്കറ്റിൽ ഇടപെടുന്ന പ്രവർത്തനങ്ങളുമായി കൺസ്യൂമർ ഫെഡ്, ആശുപത്രിയുടെ മേഖല, എല്ലാ രംഗവും ഇന്ന് അതിന്റെ പുരോഗതി പ്രാപിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ 100ാം വാർഷികത്തിലേക്ക് കടക്കുന്നത്. ഇതിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ നടക്കുമ്പോൾ വൈവിധ്യങ്ങളായ പദ്ധതികൾക്ക് രൂപവും ഭാവവും നൽകിയത് അതിന്റെ ചെയർമാൻ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. സാധാരണ മീറ്റിങ്ങുകളും അല്ലെങ്കിൽ മറ്റ് കലാപരിപാടികളും കൊണ്ട് മാത്രം അവസാനിപ്പിക്കുകയല്ല, സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ, ഇതിലുള്ള എല്ലാവരെയും പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഒട്ടനവധി പദ്ധതികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആശയം ഇവിടെ വിവരിക്കുകയുണ്ടായി. പല കാഴ്ചപ്പാടുകളുടെ മുന്നോട്ട് വരാൻ ഇനിയും ഒരുപക്ഷേ ഇപ്പോൾ വേൾഡ് കോഓപ്പറേറ്റീവ് മോണിറ്റർ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി 2ാം സ്ഥാനത്താണെങ്കിൽ സമീപകാല ഭാവിയിൽ 1ാം സ്ഥാനത്തേക്ക് ഇത് വരാൻ കഴിയുന്ന ഭാവനാസമ്പന്നമായ പ്രവർത്തനങ്ങൾക്കാണ് നിങ്ങൾ രൂപവും ഭാവവും നൽകിയിരിക്കുന്നത്. ആ നിലയിൽ ഈ സഹകരണ സംഘത്തിന്റെ ജൈത്രയാത്ര അനുസ്യൂതം തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സർ അധ്യക്ഷ ഭാഷണത്തിന്. ഈ സമ്മേളനത്തിലെ സുപ്രധാന മുഹൂർത്തമാണ് നമുക്ക് മുന്നിൽ. നവകേരളത്തിന്റെ കർമ്മധീരനായ സാരഥി, കേരളത്തിന്റെ വികസനക്ഷേമ നായകൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷങ്ങൾ സമുദ്ഘാടനം ചെയ്യുകയാണ്. ശതാബ്ദി ഫലകം അനാച്ഛാദനം ചെയ്ത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.